നമസ്കാരം, നെളിയോര വിശേഷങ്ങളിലേക്ക് സ്വാഗതം. എടപ്പാൾ പെരുമ്പറമ്പിൽ യുവാവ് മരണപ്പെട്ട സംഭവത്തിൽ ദുരൂഹതയുണ്ടെന്നാരോപിച്ച് കുടുംബം രംഗത്തെത്തി. പെരുമ്പറമ്പ് സ്വദേശി ആറുകണ്ടത്തിൽ യദുകൃഷ്ണനാണ് മരിച്ചത്. സംഭവത്തിൽ മുഖ്യമന്ത്രി അടക്കമുള്ള ഉന്നതർക്ക് പരാതി നൽകാൻ ഒരുങ്ങുകയാണ് കുടുംബം. കഴിഞ്ഞ ഞായറാഴ്ചയാണ് വൈകിട്ട് 4 മണിയോടെ എടപ്പാൾ പെരുമ്പറമ്പ് സ്വദേശി യദുകൃഷ്ണനെ മരിച്ച നിലയിൽ സുഹൃത്തുക്കൾ എടപ്പാളിലെ സ്വകാര്യ ആശുപത്രിയിൽ എത്തിച്ചത്. ആശുപത്രിയിലെത്തിച്ച 2 സുഹൃത്തുക്കളെ അന്ന് പൊന്നാനി പോലീസ് കസ്റ്റഡിയിലെടുത്തിരുന്നു. എന്നാൽ യദുകൃഷ്ണന്റെ മരണത്തിൽ ദുരൂഹതയില്ലെന്നാണ് പോലീസ് പറയുന്നത്. അമിത ലഹരി ഉപയോഗമാകാം മരണത്തിന് കാരണമെന്ന് പോലീസിന്റെ പ്രാഥമിക നിഗമനം. ആന്തരികാവയവങ്ങളുടെ പരിശോധന ഫലം വന്നാൽ മാത്രമേ കൂടുതൽ വിവരങ്ങൾ അറിയാൻ കഴിയൂ എന്നാണ് പോലീസ് പറയുന്നത്. എന്നാൽ യദുകൃഷ്ണന്റെ മരണത്തിൽ ദുരൂഹതയുണ്ടെന്നാരോപിച്ച് ഇപ്പോൾ കുടുംബം രംഗത്തെത്തിയിരിക്കുകയാണ്. ഞായറാഴ്ച രാവിലെ 9 മണിയോടെ സുഹൃത്തുക്കളെത്തി വീട്ടിൽ നിന്നും വിളിച്ചുകൊണ്ടുപോയ യദുവിനെ 4 മണിയോടെ സമീപത്തെ പാടത്ത് മരിച്ച നിലയിൽ കാണുകയായിരുന്നു. യദുവും സുഹൃത്തുക്കളും ലഹരിമരുന്ന് ഉപയോഗിച്ചിരുന്നതായി നാട്ടുകാർ മാതാപിതാക്കളോട് പറഞ്ഞതായി അറിയാൻ കഴിഞ്ഞു. കുറച്ച് കാലമായി യദു ബൈക്കിൽ നിന്നും വീണ് കാലിന് പരിക്കേറ്റ് ചികിത്സയിൽ കഴിയുകയായിരുന്നു. ലഹരിമരുന്ന് ഉപയോഗത്തിൽ നിന്നും മുക്തി നേടുന്നതിനായി തന്നെ ചികിത്സയ്ക്ക് കൊണ്ടുപോകണമെന്ന് യദു സഹോദരിയോട് ആവശ്യപ്പെടുകയും ചെയ്തിരുന്നതായി മാതാപിതാക്കൾ പറഞ്ഞു. യദു അറിയാതെ ഡി അഡിക്ഷനുള്ള മരുന്നും വീട്ടുകാർ നൽകിയിരുന്നു. കുറച്ചുകാലമായി യദു ലഹരി ഉപയോഗത്തിൽ നിന്നും വിട്ടുനിൽക്കാൻ കഠിനമായി ശ്രമിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. പലപ്പോഴും സുഹൃത്തുക്കളുമായി പുറത്തുപോയി വരുമ്പോഴാണ് യദുവിന്റെ സ്വഭാവത്തിൽ മാറ്റമുണ്ടാകാറുള്ളതെന്നും മകന് മറ്റ് ആരോഗ്യപരമായ അസുഖങ്ങൾ ഉണ്ടായിരുന്നില്ല എന്നുമാണ് കുടുംബം പറയുന്നത്. പൈസ കയറുന്ന പറഞ്ഞിട്ട് അതിന് പോയിട്ട് പോണ സമയത്ത് ഇസ്മായിൽ എന്ന് പറയുന്ന ആള് അവിടുന്ന് ഇങ്ങോട്ട് തിരിഞ്ഞിട്ട് എന്താ പറയുക, ആ റേഷൻ കാർഡ് അവിടെ നിന്നുള്ള വഴിയിൽ നിന്നിട്ട് തിരിഞ്ഞ് വരുന്ന സമയത്ത് അച്ഛാന്ന് വിളിച്ചിട്ട് ഓട്ടോറിക്ഷ ഇരുന്നിട്ട് ഇങ്ങനെ വിളിച്ച് ഉണ്ണിയേട്ടാന്ന് വിളിച്ച്. അപ്പം ഞാൻ ഇവിടെ വന്നു കഴിഞ്ഞിട്ട് ഒരു തല താത്തിട്ട് ഉണ്ണിയേട്ടാന്ന് വിളിക്കാൻ മാത്രമേ ഉള്ളൂ. പിന്നെ ഞാൻ ഒരു പണിയൊക്കെ തുടങ്ങിയിട്ട് ഒരു 9:30-10 മണി ആയിട്ടുണ്ടാവും. 10 മണിയുടെ ഉള്ളിലായിട്ട് 9:30-10 മണിയുടെ ഉള്ളിലായിട്ട് ഞാൻ വെള്ളം വിളിച്ചിട്ട് ഞാൻ ചോദിച്ചു, ഇസ്മായിലാണ്ട് വന്നിട്ടുണ്ടാന്ന് ചോദിച്ചു. അപ്പോൾ പറഞ്ഞു ആ വന്നിട്ടുണ്ട്, അവരിത് അവിടെ നിന്ന് കട്ടൻ ചായ കുടിക്കുന്നുണ്ടെന്നാണ് പറഞ്ഞത്. പിന്നെ ഞാൻ കുറേ പണി കഴിഞ്ഞിട്ട് വീണ്ടും ഞാൻ വിളിച്ചു നോക്കിയാൽ പറഞ്ഞാൽ ഓനേറ്റ് അങ്ങോട്ട് കുഞ്ഞുമോൻ്റെ വീട്ടിലേക്കാന്ന് പറഞ്ഞിട്ടാണ്, അങ്ങനെ തന്നെയല്ലോ പറഞ്ഞത്, കുഞ്ഞുമോൻ്റെ വീട്ടിലേക്കാന്ന് പറഞ്ഞിട്ടാണ് വിളിച്ചുകൊണ്ടായത്. അവിടെ ആരും ഇല്ല, അവിടെ പോയിരിക്കാന്ന് പറഞ്ഞിട്ടാണ് വിളിച്ചുകൊണ്ടായത്. പക്ഷെ എൻ്റെ മോന് വേറൊരു വീട്ടിൽ കയറിയിരിക്കുക, ഈ പൈപ്പിൻ്റെ അവിടെ പോയിരിക്കുക, അല്ലെങ്കിൽ വേറെ പാടത്ത് എവിടെയെങ്കിലും പോയിരിക്കുക, അങ്ങനെയൊക്കെ ഉണ്ടായിരുന്നുള്ളൂ. ഒരു വീട്ടിൽ കയറിയിരിക്കുന്ന സ്വഭാവം കാര്യങ്ങളൊന്നും അവനക്കില്ല. പക്ഷെ ഇവൻ്റെ പിന്നാലെ ഒരുപാട് അയക്കണം, ഇവിടുന്ന് ഇങ്ങനെ വരും, ഇവനെ ചുറ്റിപ്പറ്റിയിട്ട്. അതായത് ഇപ്പം അടുത്ത് പരിചയപ്പെട്ടിട്ടുള്ള ഒരു ടീമാണിപ്പോൾ ഇത്. എന്തായാലും എന്ന് പറഞ്ഞിട്ടുണ്ടാവും. പിന്നെ എന്ന് പറഞ്ഞിട്ടുണ്ടാകും ഞാൻ പണി കഴിഞ്ഞിട്ട് സംഭവ ദിവസം യദുവിന്റെ കയ്യിലുണ്ടായിരുന്ന മൊബൈൽ ഫോൺ നഷ്ടപ്പെട്ടിരുന്നു. ഇതിനെക്കുറിച്ച് അന്വേഷണം ഉണ്ടായിട്ടില്ലെന്നാണ് ആരോപണം. കുറച്ചു ദിവസം മുമ്പ് സുഹൃത്തുക്കളുമായി വഴക്കുണ്ടായതായും പ്രദേശത്തെ ഒരു ക്രിമിനൽ പ്രശ്നത്തിൽ യദു ഉൾപ്പെട്ടിരുന്നതായും ബന്ധുക്കൾ പറഞ്ഞു. അപ്പോൾ എൻ്റെ ചെറിയ മോള് ഓടിപ്പോയി. അവളുടെ ചീറൽ കേട്ടിട്ട് ഞാൻ ഓടിച്ചെന്നപ്പോഴേക്കും എൻ്റെ കുട്ടി എല്ലാം അവസാനിച്ച് കഴിഞ്ഞു. പിന്നെ അവർ ബക്കറ്റും വെള്ളമൊക്കെ കൊണ്ടുപോയിട്ട് ഒഴിച്ചു കൊടുക്കുക, കഴുകി കൊടുക്കുക, എന്തൊക്കെ ചെയ്തു. തൊഴിലുറപ്പേരൊക്കെ ഉണ്ടായിരുന്നു, അവർ കണ്ടുപോയി ബക്കറ്റും വെള്ളമൊക്കെ ഇട്ട് പോണത്. ഇവനെ തലയിൽ കൂടെ ഒഴിച്ച് ഇവനെ കഴുകിയിട്ടൊക്കെയാണ് ഇവർ ആസ്പത്രിക്ക് കൊണ്ടുപോയത്. ഇവനെ കാണുമ്പോഴേ ഇവന്റെ ഷർട്ടുകളൊക്കെ കീറിയിരിക്കുന്ന ഒരു അവസ്ഥ ഉണ്ടായിരുന്നു. കീറിയിട്ടൊന്നുമില്ല, ഷർട്ട് ഇങ്ങനെ എടുക്കുന്നുണ്ട്. പിന്നെ കീറൊന്നും ചെയ്തിട്ടില്ല. ഓനെങ്ങനെ പിടിച്ചപ്പോൾ 2 കൈയും ഇങ്ങനെ തൂങ്ങിക്കിടന്ന്, തലയിൽ ഒരുപാട് മുടിയുണ്ട്, കെട്ടി വെച്ചിട്ടാണ് നടക്കാൻ, മുടി കഴിച്ച് തൂക്കിയിട്ടിട്ട് കയ്യും കാലൊക്കെ കിടന്ന് ആടുന്നുണ്ട്. അപ്പോൾ കൂടെയുള്ള ഒരുത്ത സ്മൈലി ഇവനെടുത്തിട്ടുണ്ട്, പിടിച്ചിട്ട് ഇവ 2-3 വട്ടം വീണു സ്മൈൽ. അപ്പോൾക്ക് ഇവിടെ താഴത്ത് 2 ആളുണ്ട്, ഒരാൾ ഓടി വന്ന് പിടിച്ച്. അപ്പോൾ ഇവിടെ പറഞ്ഞ് നിങ്ങളിഞ്ഞ് പിടിക്കേണ്ട, അവർ പിടിച്ചോളും പറഞ്ഞു. ഓട്ടോറിക്ഷ കയറ്റി കൊണ്ടുപോയി. അപ്പോൾ ഇവിടെ പറഞ്ഞ് നിങ്ങൾ കൂടെ കൊണ്ടുവന്ന് നിൻ്റെ കുട്ടീനെ കൊന്നില്ലേന്ന് ചോദിച്ചിട്ട് കരഞ്ഞ പറഞ്ഞു, ചേച്ചി ഞങ്ങൾ അങ്ങനെ ചെയ്യൂല എന്നും പറഞ്ഞു. അങ്ങനെ പറഞ്ഞിട്ട് അവിടെ കൊണ്ടുപോയത്. പിന്നെ ഞങ്ങൾ കേൾക്കണത് ഞങ്ങളുടെ കുട്ടി കഴിഞ്ഞെന്നാണ് കേൾക്കണത്. അത്ര ഞങ്ങൾക്ക് നല്ല സംശയമുണ്ട്. ഇവിടുന്ന് കൊണ്ടുപോണത് നമ്മളെ ഓൻ്റെ മാമനായിട്ടുള്ള ആള് തന്നെയാണ് വീട്. ഇവിടുന്ന് വിളിച്ചിറക്കി കൊണ്ടുപോണത് കണ്ട് അവരെ കുഞ്ഞുമോൻ്റെ ഉമ്മാനോട് പറയുകയൊക്കെ ചെയ്തിട്ടുണ്ട്. ഇവിടെ എല്ലാവരും കണ്ടതാണ്, ഇവരൊക്കെ കണ്ടതാണ് വിളിച്ച് കൊണ്ടുപോണത്.
ഷാജി എന്ന് പറഞ്ഞാൽ അവൻ്റെ മാമൻ. യദുവിന്റെ മരണത്തിലെ ദുരൂഹത അന്വേഷിക്കണമെന്നാവശ്യപ്പെട്ട് മുഖ്യമന്ത്രിയടക്കമുള്ള ഉന്നതർക്ക് പരാതി നൽകാനുള്ള തയ്യാറെടുപ്പിലാണ് കുടുംബം. CCTV ന്യൂസ്, തൃത്താല. പട്ടാമ്പി പുലാമന്തോൾ പാതയിലെ തൃത്താല കൊപ്പത്ത് അയ്യപ്പ ഭക്തർ സഞ്ചരിച്ച കാർ മറ്റൊരു കാറിലിടിച്ച് അപകടം, ഒരാൾക്ക് പരിക്കേറ്റു. വ്യാഴാഴ്ച രാവിലെയായിരുന്നു അപകടം. പട്ടാമ്പി പുലാമന്തോൾ പാതയിലെ തൃത്താല കൊപ്പത്താണ് അയ്യപ്പ ഭക്തർ സഞ്ചരിച്ചിരുന്ന കാറ് മറ്റൊരു കാറിൽ കൂട്ടിയിടിച്ച് അപകടമുണ്ടായത്. വ്യാഴാഴ്ച രാവിലെയായിരുന്നു അപകടം. ശബരിമല തീർത്ഥാടനം കഴിഞ്ഞ് അരിക്കോട് ഭാഗത്തേക്ക് പോകുകയായിരുന്ന കാറും എതിരെ വന്ന കാറുമാണ് കൂട്ടിയിടിച്ചത്. തീർത്ഥാടക കാറിലുണ്ടായിരുന്ന 5 പേരിൽ ഒരാളെ പരിക്കുകളോടെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. കൊപ്പത്തുനിന്നും വന്ന കാറിൽ 2 പേരാണ് ഉണ്ടായിരുന്നത്. മറ്റു യാത്രക്കാരുടെ പരിക്ക് ഗുരുതരമല്ല. കൊപ്പം പോലീസ് സ്ഥലത്തെത്തി മേൽ നടപടികൾ സ്വീകരിച്ചു. തൃത്താല കൊപ്പത്തെ വളവിൽ അപകടം പതിവാണ്. ആഴ്ചകൾക്ക് മുമ്പാണ് ഇവിടെ മറ്റൊരു അപകടം ഉണ്ടായത്. നിയന്ത്രണം വിട്ട ലോറിയും കാറും കൂട്ടിയിടിച്ചായിരുന്നു അപകടമുണ്ടായിരുന്നത്. തൃത്താല ബ്ലോക്ക് പഞ്ചായത്ത് ലൈഫ് ഭവന പദ്ധതി ഗുണഭോക്താക്കൾക്കുള്ള ബ്ലോക്ക് പഞ്ചായത്ത് വിഹിതം കൈമാറി. 2023-24 വാർഷിക പദ്ധതിയിൽ ഉൾപ്പെടുത്തി 1,30,00,000 രൂപയാണ് ഇതിനായി വകയിരുത്തിയിരിക്കുന്നത്. കൈത്താങ് എന്ന പേരിൽ തൃത്താല ബ്ലോക്ക് പഞ്ചായത്ത് ഹാളിൽ നടന്ന പരിപാടി ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് അഡ്വക്കേറ്റ് VP റിജീന ഉദ്ഘാടനം ചെയ്തു. വൈസ് പ്രസിഡന്റ് PR കുഞ്ഞുണ്ണി അധ്യക്ഷനായി. തിരുമിറ്റക്കോട് പഞ്ചായത്ത് പ്രസിഡന്റ് T സുഹറ, A കൃഷ്ണകുമാർ, PV പ്രിയ തുടങ്ങിയവർ പങ്കെടുത്തു. ഭിന്നശേഷി സൗഹൃദ കേന്ദ്രങ്ങളുണ്ട്, വനിതാ സൗഹൃദ കേന്ദ്രങ്ങളുണ്ട്. അതോടൊപ്പം നിരവധിയായിട്ടുള്ള ക്ഷേമ പ്രവർത്തനങ്ങളും ബ്ലോക്ക് പഞ്ചായത്ത് നടപ്പാക്കി വരുന്നുണ്ട്. ആ ക്ഷേമ പ്രവർത്തനങ്ങളിൽ ഒന്നാണ് സംസ്ഥാന ഗവൺമെന്റ് ആസൂത്രണം ചെയ്ത് നടപ്പാക്കുന്ന ലൈഫ് ഭവന പദ്ധതി. ആ ലൈഫ് ഭവന പദ്ധതി ആസൂത്രണം ചെയ്ത് നടപ്പാക്കുന്നത് സംസ്ഥാന ഗവൺമെന്റ് ആണെങ്കിലും ബ്ലോക്ക് പഞ്ചായത്തിന്റെ വാർഷിക പദ്ധതിയിൽ നിന്ന് 1,00,000 രൂപ ടോട്ടൽ വരുന്ന 4,00,000 രൂപയിലേക്ക് നമ്മൾ നൽകുന്നുണ്ട്. അപ്പോൾ വാർഷിക പദ്ധതിയിൽ ഈ വർഷം ബ്ലോക്ക് പഞ്ചായത്ത് പരിധിയിലെ വിവിധ പദ്ധതി പ്രവർത്തനങ്ങൾക്കായി നമ്മൾ എടുക്കേണ്ടുന്ന തുകയാണ്. ലൈഫ് ഭവന പദ്ധതിയിലെ ജനങ്ങൾക്ക് കൂടി ഗുണഭോക്താക്കൾക്ക് കൂടി ഉപകാരപ്രദമാക്കണം എന്നുള്ള ഒരു കാഴ്ചപ്പാടോട് കൂടിയിട്ട് ഇവിടെ നമ്മൾ 1,30,00,000 രൂപ മാറ്റി വെച്ചിട്ടുണ്ട്. ഒരു ബ്ലോക്ക് പഞ്ചായത്തിനെ സംബന്ധിച്ചിടത്തോളം 1,30,00,000 രൂപ എന്ന് പറയുന്നത് ഒട്ടും ഒരു ചെറിയ സംഖ്യയേ അല്ല. നമ്മൾ ഒരു വർഷം നടപ്പാക്കുന്ന വ്യത്യസ്തവും നൂതനവും വൈവിധ്യപൂർണവുമായിട്ടുള്ള നിരവധിയായിട്ടുള്ള പ്രവർത്തനങ്ങൾക്ക് വേണ്ടി വരുന്ന തുകയുടെ വലിയ ഭാഗമാണ് 1,30,00,000 രൂപ എന്ന് പറയുന്നത്. അതിൽ 97 ലക്ഷം, അതായത് 2023-24 വാർഷിക പദ്ധതി. വരവൂർ പിലാക്കാട് ഗ്രൂപ്പ് വില്ലേജ് ഓഫീസിന്റെ ശോചനീയാവസ്ഥ പരിഹരിക്കണമെന്നും സ്മാർട്ട് വില്ലേജ് ഓഫീസാക്കി മാറ്റണമെന്നും കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റ് ആവശ്യപ്പെട്ടു. മഴ പെയ്താൽ വെള്ളം ചോർന്ന് റെക്കോർഡ് ഫയലുകളും മറ്റ് രേഖകളും നശിച്ചു പോകുന്ന അവസ്ഥയിലാണ്. ജീവനക്കാരുടെ കുറവ് മൂലം ഓഫീസിലേക്ക് വരുന്നവരുടെ ആവശ്യങ്ങൾ നടപ്പിലാക്കുന്നത് വൈകുകയാണ്. സംസ്ഥാന സർക്കാർ ഇടപെട്ട് എത്രയും പെട്ടെന്ന് വരവൂർ പിലാക്കാട് ഗ്രൂപ്പ് വില്ലേജ് ഓഫീസ് സ്മാർട്ട് വില്ലേജ് ഓഫീസാക്കി മാറ്റണമെന്നും ജീവനക്കാരുടെ കുറവ് നികത്തണമെന്നും കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റ് PS രാജൻ ആവശ്യപ്പെട്ടു. അല്ലാത്തപക്ഷം ശക്തമായ പ്രക്ഷോഭ പരിപാടികൾ സംഘടിപ്പിക്കുമെന്നും അദ്ദേഹം പറഞ്ഞു. പട്ടാമ്പി നഗരസഭയിൽ മാലിന്യമുക്ത നവകേരളം പദ്ധതിയുടെ ഭാഗമായി സ്നേഹാരാമം നിർമ്മിക്കുന്നു. നഗരസഭാ ചെയർപേഴ്സൺ O ലക്ഷ്മിക്കുട്ടി ഉദ്ഘാടനം നിർവഹിച്ചു. മാലിന്യമുക്ത നവകേരളം പദ്ധതിയുടെ ഭാഗമായാണ് പട്ടാമ്പി നഗരസഭയിൽ സ്നേഹാരാമം പദ്ധതി ആരംഭിക്കുന്നത്. പട്ടാമ്പി ഗവൺമെന്റ് കോളേജ്, പട്ടാമ്പി ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂൾ, MES കോളേജ്, ലിമൻ കോളേജ് എന്നിവിടങ്ങളിലെ NSS യൂണിറ്റുകളുടെ നേതൃത്വത്തിലാണ് സ്നേഹാരാമം നിർമ്മിക്കുന്നത്. ഇതിന്റെ നിർമ്മാണോദ്ഘാടനം പട്ടാമ്പി നഗരസഭാ ചെയർപേഴ്സൺ O ലക്ഷ്മിക്കുട്ടി നിർവഹിച്ചു. മാലിന്യങ്ങൾ കുമിഞ്ഞുകൂടുന്ന സ്ഥലങ്ങളിൽ നല്ല ചെടികൾ വെച്ച് പിടിപ്പിച്ചുകൊണ്ട് നല്ല സ്ഥലങ്ങളാക്കി അവിടെ മാലിന്യമുക്തമാക്കുന്നതിന് വേണ്ടിയിട്ടുള്ള പരിപാടികളാണ് ഇത്തരത്തിലുള്ള ഈ പദ്ധതി കൊണ്ട് ഉദ്ദേശിക്കുന്നത്. നമുക്കറിയാം, ഇന്ന് പട്ടാമ്പി നഗരസഭ മാലിന്യമുക്ത നവകേരളത്തിൻ്റെ പദ്ധതിയുടെ ഭാഗമായിട്ട് നിരവധിയായ പ്രവർത്തനങ്ങളാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. നമുക്ക് അറിയാം, നമ്മുടെ പുഴയോരം ഭാഗം വളരെ വൃത്തിയാക്കിക്കൊണ്ട് നമ്മുടെ NSS യൂണിറ്റുകളെല്ലാം തന്നെ പങ്കെടുത്തുകൊണ്ടാണ് പദ്ധതി നമ്മൾ നടപ്പാക്കിയത്. മറ്റു ഭാഗങ്ങളിലെല്ലാം ഇത്തരത്തിലുള്ള മാലിന്യമുക്തമാക്കുന്നതിന് വേണ്ടിയുള്ള പരിപാടിയിലാണ് പട്ടാമ്പി നഗരസഭ എല്ലാ പദ്ധതികളും ഏർപ്പെടുത്തിയിട്ടുള്ളത്. അതിൻ്റെ ഭാഗമായി MES കോളേജിൻ്റെ നേതൃത്വത്തിൽ ഇന്ന് ഈ ഭാഗത്തായിട്ടുള്ള ഒരു സ്നേഹാരാമം പദ്ധതിയാണ് ഉദ്ഘാടനം ചെയ്യപ്പെട്ടിട്ടുള്ളത്. ഇത് ജനുവരി 1 ഇതിൻ്റെ ഉദ്ഘാടനം നിർവഹിക്കുകയാണ്. അതിൻ്റെ ഭാഗമായിട്ടാണ് അന്നേക്ക് ഈ ചെടികളെല്ലാം വളർന്ന് നല്ല വൃത്തിയായിട്ടുള്ള പ്രദേശമാക്കി മാറ്റുന്നതിനുള്ള പ്രവർത്തനങ്ങളാണ്. ഈ യൂണിറ്റിനെ ഒരു വർഷക്കാലം ഇത് നോക്കി നടത്തുന്നതിന് വേണ്ടിയിട്ടുള്ള അവരെ ഏൽപ്പിച്ചുകൊണ്ടാണ് ഈ പദ്ധതി നടപ്പാക്കുന്നത്. അവരെ വൃത്തിയായി നോക്കിക്കൊണ്ട് ഇവിടെ നല്ലൊരു പൂന്തോട്ടമാക്കി മാറ്റുന്നതിന് അവർ ശ്രമിക്കുകയാണ്. സ്ഥിരസമിതി അധ്യക്ഷ KT റുക്കിയ അധ്യക്ഷയായിരുന്നു. ഹെൽത്ത് ഇൻസ്പെക്ടർ ഫാരിസ്, നഗരസഭാ സെക്രട്ടറി ബ്ലസി സെബാസ്റ്റ്യൻ,
സംഗീത ശങ്കർദാസ്, NSS പ്രോഗ്രാം കോർഡിനേറ്റർ ദിലീപ്, മറ്റു ഭാരവാഹികളും ജനപ്രതിനിധികളും ചടങ്ങിൽ സന്നിഹിതരായിരുന്നു. പരുതൂർ അഞ്ചുമൂലയിൽ അഴുകിയ നിലയിൽ മൃതദേഹം കണ്ടെത്തി. പരുതൂർ പൊറ്റമ്മൽ വീട്ടിൽ കരിക്കയുടെ മകൻ അയ്യപ്പനാണ് മരിച്ചത്. 53 വയസ്സായിരുന്നു. അഞ്ചുമൂലയിൽ കച്ചവട സ്ഥാപനങ്ങൾ പ്രവർത്തിക്കുന്ന കെട്ടിടത്തിന്റെ മുകൾ നിലയിലെ ആളൊഴിഞ്ഞ മുറിയിലാണ് മൃതദേഹം കണ്ടത്. മൃതദേഹത്തിന് 5 ദിവസത്തോളം പഴക്കമുള്ളതായി കരുതുന്നു. കഴിഞ്ഞ ദിവസം പ്രദേശത്ത് വ്യാപകമായി ദുർഗന്ധം പരന്നതോടെ നാട്ടുകാർ നടത്തിയ തിരച്ചിലിലാണ് മൃതദേഹം കണ്ടത്. ആത്മഹത്യയാണെന്നാണ് പ്രാഥമിക നിഗമനം. മൃതദേഹം കണ്ടെത്തിയ മുറിയിൽ നിന്നും കീടനാശിനിയുടെ കുപ്പിയും പോലീസിന് ലഭിച്ചിട്ടുണ്ട്. ഈ മാസം 8-ാം തീയതി മുതൽ അയ്യപ്പനെ കാണാതായിരുന്നു. ഇതുമായി ബന്ധപ്പെട്ട് തൃത്താല പോലീസിന് പരാതിയും ലഭിച്ചിരുന്നു. ഇതിനിടെയാണ് കഴിഞ്ഞ ദിവസം മൃതദേഹം കണ്ടെത്തിയത്. തൃത്താല പോലീസ് സ്ഥലത്തെത്തി മേൽനടപടികൾ സ്വീകരിച്ചു. അവിവാഹിതനാണ് അയ്യപ്പൻ. മൃതദേഹം പോസ്റ്റ്മോർട്ടം നടപടികൾക്കായി തൃശൂർ മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്ക് മാറ്റി. ഇടവേള. തലമുറകൾ തോറും വളരുന്ന സ്നേഹം പൊന്നായി മാറട്ടെ. പൈതൃകത്തിന്റെ പൊന്നിന് പുതുമയുടെ മുദ്രണം തികച്ചും സൗജന്യമായി. തരകൻസ് റോയൽ ജ്വല്ലറി, കുന്നംകുളം. വാർത്തയിലേക്ക്. ടോറസ് ലോറിയിൽ KSEBയുടെ കേബിൾ ചുറ്റി മണിക്കൂറുകളോളം ഗതാഗതം തടസ്സപ്പെട്ടു. ചെറുതുരുത്തിയിൽ നിന്ന് ആറങ്ങോട്ടുകരയിലേക്ക് പോകുന്ന ടോറസ് ലോറി പള്ളം പാറയ്ക്കൽപ്പടി ബസ് സ്റ്റോപ്പിൽ എത്തിയപ്പോഴാണ് KSEBയുടെ കേബിൾ വാഹനത്തിൽ കുടുങ്ങിയത്. ഇതോടെ വാഹന ഗതാഗതവും സ്തംഭിച്ചു. ദേശമംഗലത്ത് നിന്നുള്ള KSEB അധികൃതരെത്തി കേബിൾ അഴിച്ചുമാറ്റിയാണ് വാഹനങ്ങൾക്ക് പോകാനുള്ള സൗകര്യം ഒരുക്കിയത്. ഏഷ്യൻ ഹ്യൂമൻ റൈറ്റ്സ് ഓർഗനൈസേഷന്റെ വാർഷിക ജനറൽ ബോഡി യോഗം ഈ മാസം 17-ന് പട്ടാമ്പിയിൽ നടത്തുമെന്ന് ഭാരവാഹികൾ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. ഏഷ്യൻ ഹ്യൂമൻ റൈറ്റ്സ് ഓർഗനൈസേഷന്റെ വാർഷിക ജനറൽ ബോഡി യോഗമാണ് ഈ മാസം 17-ന് പട്ടാമ്പി നക്ഷത്ര റീജൻസിൽ വെച്ച് നടത്തുന്നത്. രാവിലെ 10 മണിക്ക് യോഗം ആരംഭിക്കുമെന്ന് ഭാരവാഹികൾ പട്ടാമ്പിയിൽ വിളിച്ചു ചേർത്ത വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. മനുഷ്യാവകാശവുമായി ബന്ധപ്പെട്ട നിരവധി വിഷയങ്ങൾ ഏറ്റെടുത്ത് ഓർഗനൈസേഷൻ മുന്നോട്ടു പോകുകയാണെന്നും ഭാരവാഹികൾ പറഞ്ഞു. AI ക്യാമറ എല്ലാവർക്കും സുപരിചിതമാണ്. അത് സ്ഥാപിച്ചുകൊണ്ട് വാഹന ഉടമകൾക്കും വാഹന ഓടിക്കുന്ന ഡ്രൈവേഴ്സിനും വളരെയധികം പിഴ ചുമത്തുന്ന ഒരു സംഭവം നമുക്കെല്ലാവർക്കും അറിയാം. പക്ഷേ അത് പൗരന്റെ അവകാശങ്ങൾക്കും പൗരന്റെ സംരക്ഷണത്തിന് വേണ്ടിയാണ് എന്നുള്ള കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല. എങ്കിലും വളരെയധികം അപകടകരമായ വളവ് തിരിവ്, കുണ്ടും കുഴികളും, അലക്ഷ്യമായിട്ടുള്ള സീബ്ര ലൈൻ, അതുപോലെ തന്നെ ഹമ്പുകൾ, ഇങ്ങനെയുള്ള ഇത്യാദി കാര്യങ്ങൾ ഇതുപോലെ തന്നെ പൗരന്റെ നിയമലംഘനങ്ങൾ ശ്രദ്ധിക്കപ്പെടാൻ അല്ലെങ്കിൽ അത് എടുക്കാൻ വേണ്ടി അതിന് പിഴ ചുമത്താൻ വേണ്ടി കാണിക്കുന്ന അതേ ജാഗ്രത തന്നെ ഈ പൗരന് ഈ കഷ്ടനഷ്ടങ്ങൾക്കും ഈ അപകടം സംഭവിക്കുന്നതിലുള്ള കഷ്ടനഷ്ടങ്ങൾക്കും പ്രയാസങ്ങൾക്കും ഇതേപോലെ തന്നെ AI ക്യാമറ വെച്ച് അതിന്റെ നഷ്ടപരിഹാരം കൊടുക്കാൻ. വാർത്താ സമ്മേളനത്തിൽ ഓർഗനൈസേഷൻ ജനറൽ സെക്രട്ടറി യൂസഫ് കൊട്ടാരത്തിൽ, വൈസ് പ്രസിഡന്റ് ഉണ്ണിയൻകുട്ടി, ജോയിന്റ് സെക്രട്ടറി CS സോമസുന്ദരൻ എന്നിവർ ഓർഗനൈസേഷന്റെ പ്രവർത്തന ലക്ഷ്യങ്ങളെക്കുറിച്ച് വിശദീകരിച്ചു. ഞങ്ങൾ ഈ പ്രസ്ഥാനം കൊണ്ടുനടക്കുന്നത് ഇന്ന് നമ്മുടെ നാട്ടിൽ കണ്ടുവരുന്ന ഒരുപാട് മനുഷ്യാവകാശ ലംഘനം, അത് ലോക അന്താരാഷ്ട്ര മനുഷ്യാവകാശ ലംഘനങ്ങളുടെ നിയമത്തിൻ്റെ പരിധിയിൽ നിന്നുകൊണ്ട് തന്നെ അതിൻ്റെ പരിധിയിൽ വെച്ചുകൊണ്ട് തന്നെ നമ്മുടെ നാഷണൽ ഹ്യൂമൻ റൈറ്റ്സ് കമ്മീഷൻ, നാഷണൽ ഹ്യൂമൻ റൈറ്റ്സ് ആക്ടും 1983 ഒക്ടോബറിൽ നിലവിൽ വന്നിട്ടുള്ളതാണ്. ആ നിയമത്തിൻ്റെ ഒരു വശത്തിൽ കൂടെ അതിൻ്റെ പ്രത്യേക ഒരു സെക്ഷൻ പ്രകാരമാണ് ഞങ്ങളുടെ ഈ സംഘടന രൂപം കൊണ്ടിട്ടുള്ളത്. ഈ നീതി നടത്തിപ്പിൻ്റെ സാധാരണ മനുഷ്യൻ്റെയും പാവപ്പെട്ടവരുടെയും രാഷ്ട്രീയ സ്വാധീനമില്ലാത്ത ആൾക്കാരുടെയും നീതി നടത്തിപ്പിൻ്റെ നീതി കിട്ടുന്നതിന് വേണ്ടിയിട്ട് ആദ്യത്തെ ചവിട്ടുപടി പോലീസ് സ്റ്റേഷനാണ്. വിത്തൗട്ട് എനി കോസ്റ്റ്, അതായത് ചെലവില്ലാതെ. അവിടെ തന്നെ നീതി നിഷേധിക്കപ്പെട്ടാൽ ആ കേസ് പിന്നെ ഹൈക്കോടതിയിലോ സുപ്രീം കോടതിയിലോ എവിടെ പോയാലും അത് നമുക്ക് ഫൈലിയറായിരിക്കും. അതിൻ്റെ ഈ നീതി നിർവഹണം ആദ്യത്തെ ചവിട്ടുപടി തുടങ്ങേണ്ടത് പോലീസ് സ്റ്റേഷനിൽ നിന്നായിരിക്കും. അത് പോലീസിൻ്റെ ഭാഗത്തുനിന്ന് ഇപ്പോൾ എന്താണ് നടന്നു വരുന്നത് എന്നുള്ളത് ഞാൻ പറയുന്നില്ല. ഞാൻ 36 കൊല്ലം മുതൽ സർവീസിൽ ഒരുപാട് അനുഭവങ്ങൾ എനിക്ക് പറയാനുണ്ട്.
കാലഘട്ടത്തിനനുസരിച്ചുള്ള നിയമങ്ങൾ മാറുന്നില്ല. ഇത് കോടതി സംവിധാനങ്ങളും മറ്റൊരുപാട് കാര്യങ്ങളുണ്ട്. അത് കോടതിയെ ധിക്കരിച്ചുകൊണ്ടോ അല്ലെങ്കിൽ നിയമത്തിനെ പ്രതിരോധിച്ചുകൊണ്ടോ അല്ലെങ്കിൽ വെല്ലുവിളിച്ചുകൊണ്ടോ പറയാൻ പറ്റില്ല. JCI കൊപ്പം ചാപ്റ്ററിന്റെ പുതിയ ഭാരവാഹികളുടെ സ്ഥാനാരോഹണ ചടങ്ങ് ഈ മാസം 16-ന് കൊപ്പത്ത് നടക്കുമെന്ന് ഭാരവാഹികൾ പട്ടാമ്പിയിൽ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. JCI കൊപ്പം ചാപ്റ്ററിന്റെ പുതിയ ഭാരവാഹികളുടെ സ്ഥാനാരോഹണ ചടങ്ങ് ഈ മാസം 16-ന് കൊപ്പം സിൻഡിക്കേറ്റ് മാളിൽ വെച്ചാണ് നടക്കുന്നത്. JCIയുടെ 10ാമത് പ്രസിഡന്റായി ഷിഹാബ് ഷിബു, സെക്രട്ടറിയായി VTM മുസ്തഫയും ഖജാൻജിയായി ഡോക്ടർ K അബ്ദുറഹ്മാനും സ്ഥാനമേൽക്കും. JCI മുൻ വൈസ് പ്രസിഡന്റ് അഫ്സൽ ബാബു, 28 പ്രസിഡന്റ് KS ചിത്ര തുടങ്ങിയവർ ചടങ്ങിൽ മുഖ്യാതിഥികളാവും. JCIയുടെ പുതിയ പദ്ധതി പ്രവർത്തനങ്ങളുടെ പ്രഖ്യാപനവും ഇതോടൊപ്പം നടത്തുമെന്ന് ഭാരവാഹികളായ ഡോക്ടർ നൌഫൽ, ഷംസു ഓർക്കിഡ്, MT അസ്ലം തുടങ്ങിയവർ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. 10ാമത് ഇൻസ്റ്റലേഷൻ ഈ വരുന്ന ശനിയാഴ്ച ഡിസംബർ 16 സിൻഡിക്കേറ്റ് മാളിൽ വെച്ച് നടത്തപ്പെടുകയാണ്. കഴിഞ്ഞ വർഷം വരെ സോൺ 21 പാലക്കാട്, മലപ്പുറം, കോഴിക്കോട് എന്നീ 3 ഡിസ്ട്രിക്റ്റുകൾ അടങ്ങുന്ന സോൺ 21-ലാണ് നമ്മളുടെ JCI കൊപ്പം ഉണ്ടായിരുന്നത്. എന്നാൽ മെമ്പർമാർ 4000-ലധികം വന്നപ്പോൾ ആ സോണിനെ സ്പ്ലിറ്റ് ചെയ്ത് സോൺ 28-ൻ്റെ അണ്ടറിലാണ് ഇപ്പോൾ JCI കൊപ്പം വരുന്നത്. അതിൻ്റെ ഈ സോൺ 28-ആയതിനു ശേഷമുള്ള ആദ്യത്തെ പ്രസിഡന്റായി JC ഷിഹാബ് ഷിബു JCI കൊപ്പത്തിൻ്റെ അമരക്കാരനായി 16-ാം തീയതി ഇൻസ്റ്റലേഷൻ ചെയ്യപ്പെടുകയാണ്. ചീഫ് ഗസ്റ്റ് മുഖ്യ അതിഥിയായി വരുന്നത് JCIയുടെ മുൻ നാഷണൽ വൈസ് പ്രസിഡൻ്റായിട്ടുള്ള JC സെനറ്റർ PP അഫ്സൽ ബാബു സാറാണ്. അതുപോലെ തന്നെ നേരത്തെ ഡോക്ടർ സൂചിപ്പിച്ചതുപോലെ പുതിയ സോൺ 28-ൻ്റെ പ്രഥമ പ്രസിഡന്റ് KS ചിത്ര മാഡം ഗസ്റ്റ് ഓഫ് ഓണറായിട്ടും പരിപാടിയിൽ പങ്കെടുക്കുന്നുണ്ട്. അതുപോലെ തന്നെ സോൺ വൈസ് പ്രസിഡന്റ് അഡ്വക്കേറ്റ് ജംഷാദും പരിപാടിയിൽ സന്നിഹിതരാവും. മറ്റു JCIയുടെ വിശിഷ്ട വ്യക്തിത്വങ്ങളെല്ലാം ആ പരിപാടിയിലേക്ക് എത്തുന്നുണ്ട്. കഴിഞ്ഞ വർഷങ്ങളിൽ വിവിധ സേവന പ്രവർത്തനങ്ങൾക്ക് നിരവധി അവാർഡുകൾ പ്രവർത്തന മികവിനായി കൊപ്പം ചാപ്റ്ററിന് കരസ്ഥമാക്കാൻ സാധിച്ചിട്ടുണ്ടെന്നും ഭാരവാഹികൾ സൂചിപ്പിച്ചു. ഈ 10 വർഷ കാലയളവിൽ വളരെ നല്ല രീതിയിലുള്ള മികച്ച പ്രവർത്തകരെ വാർത്തെടുക്കാൻ കഴിഞ്ഞു എന്നുള്ളതാണ് നമ്മൾക്കതിലെ ഏറ്റവും വലിയ സന്തോഷം. സാധാരണ കച്ചവടങ്ങളിലും മറ്റു മേഖലകളിലും മാത്രം ഒതുങ്ങി നിന്ന ഒരു സമൂഹത്തെ JCI പ്രസ്ഥാനത്തിലൂടെ കൊണ്ടുവന്ന് വളരെ നല്ല രീതിയിലുള്ള പ്രവർത്തകരാക്കി സമൂഹത്തിൽ തന്നെ ഉന്നത നിലയിലെത്തുന്ന രീതിയിലുള്ള ടീമിനെയാണ് നമ്മൾ വാർത്തെടുത്തിരിക്കുന്നത്. വരവൂർ ഗ്രാമപഞ്ചായത്തിന്റെ 2024-25 വാർഷിക പദ്ധതികൾക്ക് രൂപം നൽകുന്നതിനായി വർക്കിംഗ് ഗ്രൂപ്പ് യോഗം ചേർന്നു. വനിതാ പരിശീലന കേന്ദ്രത്തിൽ ചേർന്ന യോഗം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് PP സുനിത ഉദ്ഘാടനം ചെയ്തു. വൈസ് പ്രസിഡന്റ് KK ബാബു അധ്യക്ഷത വഹിച്ചു. വികസന സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ K യശോദ പദ്ധതി വിശദീകരിച്ചു. ഗ്രാമപഞ്ചായത്ത് സെക്രട്ടറി EN ഹരിനാരായണൻ, ബ്ലോക്ക് പഞ്ചായത്ത് ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ ദീപു പ്രസാദ്, ഗ്രാമപഞ്ചായത്ത് ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ TA ഹിദായത്തുള്ള, ബ്ലോക്ക് പഞ്ചായത്ത് അംഗം പ്രീതി ഷാജു, ഗ്രാമപഞ്ചായത്ത് അംഗങ്ങളായ B സക്കീന, VK സേതുമാധവൻ, PS പ്രദീപ്, K ജിഷ, VT സജീഷ്, PK അനിത, ഗ്രാമപഞ്ചായത്ത് അസിസ്റ്റന്റ് സെക്രട്ടറി MK ആൽഫ്രഡ്, വിവിധ വർക്കിംഗ് ഗ്രൂപ്പ് അംഗങ്ങൾ, വിവിധ രാഷ്ട്രീയ പ്രതിനിധികൾ, കുടുംബശ്രീ അംഗങ്ങൾ തുടങ്ങിയവർ പങ്കെടുത്തു. ആ തെരഞ്ഞെടുപ്പിന്റെ പ്രക്രിയ ആരംഭിക്കുന്നതിന് മുമ്പേ അടുത്ത വർഷം നടപ്പിലാക്കേണ്ട പദ്ധതികൾ അംഗീകാരം വാങ്ങേണ്ടിയിരിക്കുന്നു. അതല്ലെങ്കിൽ 4 മാസക്കാലം നമുക്ക് ഒന്നും ചെയ്യാൻ പറ്റാത്ത അവസ്ഥയിൽ ഇലക്ഷന്റെ പ്രോസസ് നടപടികളുമായി തടസ്സപ്പെടാനിടയില്ല. അതുകൊണ്ട് തന്നെ സംസ്ഥാന ഗവൺമെന്റ് അടുത്ത വർഷം നടത്തേണ്ട പ്രവർത്തനങ്ങൾ ഇപ്പോൾ തന്നെ നവംബർ, ഡിസംബർ മാസങ്ങളിൽ പ്രാരംഭ പ്രവർത്തനം ആരംഭിക്കാനുള്ള പൊതുവായ നിർദ്ദേശമാണ് നമുക്ക് ലഭ്യമായിട്ടുള്ളത്. അതിനടിസ്ഥാനപ്പെടുത്തി ഗ്രാമപഞ്ചായത്തുകൾ കേരളത്തിലുടനീളം ആസൂത്രണ സമിതികൾ ചേർന്ന് അതിന്റെ പ്രാരംഭ നടപടികൾ എന്ന നിലയ്ക്ക് ബഹുമാന്യരായ പൊതുജനങ്ങളിൽ നിന്നും ഒരു കാലഘട്ടത്തിൽ നമ്മുടെ വരവൂർ LP സ്കൂൾ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ 200-300 കുട്ടികൾ ഉണ്ടായിരുന്ന ഒരു സ്ഥാപനത്തിൽ ഇപ്പോൾ നമ്മുടെ ജില്ലയിൽ തന്നെ ഏറ്റവും മികച്ച ഒരു സ്കൂളാക്കി എടുക്കാൻ നമുക്ക് സാധ്യമായിട്ടുണ്ട്. 900 അടുത്ത് കുട്ടികൾ പഠിക്കുന്ന ഒരു വലിയ സ്ഥാപനമായി വരവൂർ ഗ്രാമപഞ്ചായത്തിന്റെ ഒരു GLP സ്കൂൾ വളർന്നപ്പോൾ അതിനു മുന്നിൽ ഒരുപാട് പ്രവർത്തന ഘടകങ്ങളുണ്ട്. ഗ്രാമപഞ്ചായത്തിൽ നിന്ന് ഒതുങ്ങി നിൽക്കുന്നതല്ല, അവിടെയുള്ള വികസന പ്രവർത്തനങ്ങൾ. ഇതോടെ നിളയോര വിശേഷങ്ങൾ സമാപിക്കുന്നു. നമസ്കാരം.